ഉണ്ണിമുകുന്ദൻ നായകനായ 'മാർക്കോ' എന്ന ചിത്രം ലോകമെമ്പാടും വലിയ വിജയം നേടുകയാണ്. 100 കോടിയിലധികമാണ് സിനിമ ഇതുവരെ ആഗോളതലത്തിൽ കളക്ഷൻ നേടിയതും. മലയാളത്തിൽ 'ദ മോസ്റ്റ് വയലന്റ് മൂവി' എന്ന ബ്രാൻഡിലെത്തിയ സിനിമ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. സിനിമയിലെ ആദ്യ ഭാഗങ്ങളിൽ ഹോളിവുഡ് സ്റ്റൈലിൽ ഒരുക്കിയ കേജ് ഫൈറ്റ് സീനുകളും അതിന്റെ സെറ്റുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ്. ആ രംഗങ്ങളുടെ റഫറൻസിനെക്കുറിച്ച് പറയുകയാണ് കലാസംവിധായകൻ സുനിൽ ദാസ്. പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മാർക്കോ ഒരു സ്റ്റൈലിഷ് ചിത്രമായിരിക്കും എന്നായിരുന്നു ആദ്യം മുതലേ സംവിധായകൻ ഹനീഫ് അദീനി നൽകിയ ബ്രീഫിംഗ്. അതിനാൽ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സമീപനത്തിനപ്പുറം ചില കാര്യങ്ങൾ ഞങ്ങൾ ഫ്രീഡം എടുത്തിരുന്നു. അത്തരമൊരു ക്രിയേറ്റീവ് ഫ്രീഡം എടുത്ത രംഗത്തിനായിരുന്നു സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്ന കേജ് ഫൈറ്റ് എന്ന് സുനിൽ ദാസ് പറയുന്നു. ഹനീഫിന്റെ ബ്രീഫിംഗ് തന്നെ ഇതൊരു സ്റ്റൈലിഷ് മൂവിയായിരിക്കും എന്നായിരുന്നു. പിന്നീട് സ്റ്റൈലിഷ് എന്നതിന്റെ ഏതറ്റം വരെ പോകാം എന്നായിരുന്നു നമ്മുടെ ചിന്ത. ഒരു ഫാക്ടറിയുടെ അകത്ത് നിയമവിരുദ്ധമായ ഒരു ഫൈറ്റ് നടക്കുന്നു എന്ന രീതിയിൽ ആ കേജ് ഫൈറ്റ് കൺസീവ് ചെയ്തത്. ശരിക്കും നമ്മുടെ നാട്ടിൽ എവിടെയും ഇത്തരമൊരു ഫൈറ്റ് കാണാൻ കഴിയില്ല. അത് നമുക്ക് എടുത്തൊരു ഫ്രീഡം തന്നെയാണ്. ലാറ്റിൻ അമേരിക്ക പോലുള്ള നിരവധി രാജ്യങ്ങളിൽ കനിക്കുള്ളിൽ അകത്ത് ഇത്തരം ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഈ സീനിനായി ചില ഹോളിവുഡ് സിനിമകളിൽ നിന്ന് റഫറൻസ് എടുത്തിട്ടുണ്ട്. റാംബോ എന്ന ഹോളിവുഡ് സിനിമയിൽ ഇത്തരം സീക്വൻസ് കാണാനുണ്ട്. അത് നമുക്ക് റഫറൻസായിരുന്നു. അതുപോലെ ലാലേട്ടൻ്റെ ആര്യൻ എന്ന സിനിമയിൽ ഇതുപോലൊരു മൂഡ് ഫൈറ്റ് ഉണ്ടായിരുന്നു. അതും ഒരു മൂഡായിട്ടാണ് ഒരുക്കിയിരുന്നത് എന്ന് സുനിൽ ദാസ് പറയുന്നു.